ഹായ് ഓൾ, മീ ഓട്ടോമോട്ടീവിൽ നിന്ന് ഡിക്സനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കോമ്പാ ജംഗ്ഷനിലാണ്. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ വീട്ടിൽ കേൾക്കാൻ സാധിക്കും. മറ്റൊന്നല്ല, ഇവിടെ റോഡ് പണി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഇപ്പോൾ നിലവിൽ കോമ്പാടിൽ ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. ഈ റൂട്ട് വന്നവരൊക്കെ റോഡ് പണി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വന്നം. അപ്പോൾ രാത്രി ഇപ്പോൾ മഴ മാതിരി സിറ്റുവേഷനിൽ ഇവർ വർക്കുകൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് അപ്ഡേറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ മഴയായതുകൊണ്ട് പണിയൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നതാണ്. അപ്പോൾ ആ മഴക്കാലം അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ റോഡ് പണി ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഇവർ രാത്രിയിൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടാൽ അറിയാം, പണിക്കാരൊക്കെ വളരെ ശക്തമായിട്ട് ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റും. പിന്നെ റോഡിൽ ഇവിടുത്തെ നാട്ടുകാരും പൗരസമിതിയൊക്കെ ഇത്ര രാത്രിയിൽ ഇവിടെ ഇങ്ങനെ ആക്റ്റീവായി നിന്ന് റോഡൊക്കെ തടഞ്ഞ് കൃത്യമായിട്ട് അവർ പണി കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഈ കണ്ടോ, ഈ ലോറിയൊക്കെ കുറച്ചധികം നേരിട്ട് നിർത്തിയിട്ടേക്കാണ്. കാരണം ക്രമമായിട്ട് ഒരു അച്ചടക്കത്തോടെയും ചിട്ടയോടെയാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ. ഇപ്പോൾ എന്നേടി എന്ന് വെച്ചുമ്പോൾ കോമ്പാള വഴി വരുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ റോഡ് പണി രാത്രി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ മാർഗത്തിലൂടെ, അതായത് ഈ വഴിയിലൂടെ വരുമ്പോൾ ദയവായിട്ട് ഈ റോഡ് പണി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വരിക. നിങ്ങൾക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കീപ്പ് ചെയ്ത്, അതായത് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ വരാൻ. ഇപ്പോൾ ആംബുലൻസുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾ അതിനോട് സഹകരിച്ചുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ പാകത്തിന് എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പണി ഇവിടെ മുന്നോട്ട് പുരോഗമനം നടന്നുകൊണ്ടിരിക്കേണ്ട അപ്ഡേറ്റ്സാണ്. അപ്പോൾ ലോറി കാര്യങ്ങൾ ഇപ്പോൾ പോകാൻ വേണ്ടി ആളുകളോട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന നിങ്ങൾക്ക് വിഷ്വലിൽ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ വേറെ കാര്യമെന്ന് വെച്ചാൽ ലോറി ഇടക്കിടക്ക് ഒന്ന് ലോഡ്, അതായത് കട്ടയും ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇറക്കണത് കൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലും ഇവിടെ കുറച്ച് യാത്രാ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ദയവായി എല്ലാവരും സഹകരിക്കുക. അപ്പോൾ അതെ, നമ്മളിവിടെ ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ആംബുലൻസ് തിരിച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ റോഡ് ഗതാഗതങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ആളുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതിന് അവർക്ക് നല്ലൊരു അപ്രീഷിയേഷൻ ഞാൻ പറയുകയാണ്. ഈ രാത്രിയിൽ ഇവർ ഇപ്പം സംഘടിതമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ റോഡ് പണി ഉടൻ തന്നെ പൂർത്തിയാകുമെന്നും കോമ്പാതയുടെ ഒരു ദുരിതക്കയത്തിന് ഒരു മോക്ഷമുണ്ടാകുമെന്നും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു ഒരു കോമ്പാക്കാരൻ എന്ന നിലയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് രേഖപ്പെടുത്തുക. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ ഞാൻ ആവശ്യപ്പെടുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് പലരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും എന്തിനിരുന്ന് ഏതിനിരുന്നൊക്കെ ചോദിക്കണവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, വേറെ ഉദ്ദേശം വെച്ചിട്ടുമല്ല. ഞങ്ങളുടെ കോമ്പാതയിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അടിസ്ഥാന സൗകര്യമായ കോമ്പാതയിലെ റോഡ് എന്നത് കുറച്ചധികം എന്ന് തന്നെ അറിയാം, നാളുകളായിട്ട് ഇങ്ങനെ പണിയൊക്കെ തീരാതെ മറ്റേ എന്താ പറയുക, നാഥനില്ലാത്ത വീട് പോലെ കടന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഈ റോഡ് ഇങ്ങനെ എന്താ ഒരു അനാഥപ്രദം പോലെ ആർക്കും വേണ്ടാത്ത റോഡ് അങ്ങനത്തെ രീതിയിലൊക്കെ കടന്നു വെച്ചൊരു അവസ്ഥയുണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളവും ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയും കടകളിലേക്കും പിന്നെ റോഡിൽ നടന്നു പോകുമ്പോഴത്തേക്കും ചെളി എറിക്കുന്ന അവസ്ഥയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദുസ്സഹമായ അവസ്ഥയാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഫേസ് ചെയ്തതാണ്. അതേ മെറ്റീരിയൽ പൊടി അടിക്കാൻ വേണ്ടി അടുത്ത ലോറി വന്നിട്ടുണ്ട്. വളരെയധികം അതിവേഗതയോടെ അവർ പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ ഒരുവിധം എല്ലാം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തോടെ തീർക്കാൻ സാധിക്കും എന്നാണ് കോൺട്രാക്ടറും ബാക്കിയുള്ള ആളുകളും നമ്മളോട് സംസാരിച്ചേക്കുന്നത്. അപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ കട്ട ഇടുന്ന ആൾക്കാർ നോക്കിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലിവിടെ കോമ്പാത ലൈവ് അപ്ഡേറ്റ്സ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ പ്രതീക്ഷ. ദിസ് ഈസ് ഓട്ടോമോട്ടീവ് സൈനിങ് ഔട്ട്.